അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരന്റെ വലത് കൈ അപകടത്തിൽ നഷ്ടമാകുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കഥ തീരുന്നില്ല കേട്ടോ. എന്നിട്ടും ആത്മവിശ്വാസം കൈവിടാതെ ആ ചെറുപ്പക്കാരൻ കാത്തിരുന്നത് 17 വർഷമാണ്. 1.5 പതിറ്റാണ്ടിനപ്പുറം കരിമ്പടം എന്ന ചിത്രത്തിൽ മുഴുനീളമായൊരു വില്ലൻ വേഷം ചെയ്ത് തിളങ്ങിയിരിക്കുകയാണ് ഈ 42-കാരൻ. ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ ജീവിതം കരുപിടിപ്പിച്ച കൊല്ലം പുനലൂർ സ്വദേശി സനോജ് നടയിലിന്റെ ആ ജീവിതം ആരെയും ഒന്ന് അമ്പരപ്പിച്ചു പോകുന്നതാണ്. കുട്ടിക്കാലം മുതൽ സിനിമയെ ജീവനായി കണ്ട ചെറുപ്പക്കാരൻ പക്ഷേ വെള്ളിത്തിരയിൽ എത്താനായില്ല. 25-ാം വയസ്സിൽ വില്ലനായി എത്തിയ അപകടത്തിൽ വലതു കൈ നഷ്ടമായി. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തുനിന്ന ഒരു പക്ഷിയെ പോലെ ജീവിതത്തിൽ പറന്നുയരുകയായിരുന്നു സനോജ് നടയിൽ എന്ന ചെറുപ്പക്കാരൻ. വലതു കൈ നഷ്ടമായാലെന്താ, ഇടതു കൈ ഉണ്ടല്ലോ എന്ന് സ്വയം മനസ്സിനെ പഠിപ്പിച്ചു. ഇടതു കൈ കൊണ്ട് എഴുതുവാനും ചിത്രം വരയ്ക്കുവാനും പഠിച്ചു. അങ്ങനെ ചിത്രകലയിലേക്ക് കടന്നു. ജീവൻ തുടിക്കുന്ന ചിത്രം MA യൂസഫ് അലിക്ക് സമ്മാനിച്ചു. അപ്പോഴും സിനിമ എന്ന മോഹം മനസ്സിൽ സ്വപ്നമായി അവശേഷിച്ചു. ഇന്ന് ആ സ്വപ്നം പൂവണിയുകയാണ്. അടുത്ത മാസം പുറത്തിറങ്ങുന്ന കരിമ്പടം എന്ന സിനിമയിൽ മുഴുനീള വില്ലൻ വേഷത്തിലാണ് സനോജ് അഭിനയിക്കുന്നത്. നമ്മളിങ്ങനെ റീൽസിലൊക്കെ ചെയ്ത് ഓരോ ഗുണ്ട ടൈപ്പില കൂടുതലും ഈ ടെറർ ടൈപ്പ് സാധനങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഷോർട്ട് ഫിലിമിലൊക്കെ അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും കൂടാണ് അനസ്, സൈനുദ്ദീൻ, അംലാദ്, ജലീൽ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ പറഞ്ഞ അളിയ ഒരു വേഷമുണ്ട്, അളിയം ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വലിയ സന്തോഷം അത് കേട്ടപ്പോൾ തന്നെ. കാരണം ഈ സാധാരണ സിനിമയുടെ അവസരങ്ങൾക്ക് വേണ്ടി ആളുകൾ ഓടി നടക്കുകയാണ്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വന്നൊരു അവസരം തന്നെയാണ്. ഇപ്പൊ ഗുണ്ടയായിട്ടാണെങ്കിലും ഈ പടത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ള ഒരു കഥാപാത്രമാണ്. ഞങ്ങള് ഒരു 3-4 ടെറർ ഗുണ്ടകളുണ്ട്. അപ്പോ അത് ഒരു പ്രത്യേക സിനിമയാണ്. അപ്പം എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കരിമ്പടത്തിലെ ഒറ്റക്കയ്യൻ ഗുണ്ടയുടെ വേഷം അഭിനയിച്ചു തകർക്കുമ്പോൾ ആത്മവിശ്വാസത്തിലൂടെ ദുർഗതിയെ തകർത്ത നായകന്റെ പരിവേഷമാണ് സനോജിന്റെ ജീവിതത്തിൽ. 2009 ടിപ്പർ അടിച്ച് കൈ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടത് കൈ വെച്ച് പരിശീലിച്ചാണ് വരകളിലോട്ട് വന്ന് പിന്നെ വരയിലൂടെ ഈ പറയുന്ന പോലെ ലോകം അറിഞ്ഞു. ഈ വരയിലൂടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത മാസം ചിത്രം പുറത്തുവരും. അതിനുള്ള കാത്തിരിപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് സനോജിന്റെ ജീവിത കഥ. കണ്ണൻ നായർ ചേരുന്നുണ്ട് തത്സമയം. കണ്ണൻ, ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികളെ ഒന്നും കാര്യമാക്കാതെ മുന്നോട്ട് നമ്മുടെ സ്വപ്നത്തിന് പിറകെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഇതുപോലെ വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ജീവിത കഥ നമുക്ക് കാണിച്ചു തരുന്നത്. എത്രയോ വിഷമതകൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെയൊക്കെ തളർന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സനോജ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുകയാണ്. സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്ന മനുഷ്യർക്കൊക്കെ മാതൃകയാക്കാം ഈ കഥ, അല്ലേ? ആത്മവിശ്വാസത്തിന്റെ ആൾരൂപം എന്നതാണ് എനിക്ക് സനോജിനെ വിളിക്കാൻ തോന്നുന്നത്. പലപ്പോഴും ഒരു അപകടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും മാനസികമായി അങ്ങനെ അപകടത്തിൽപ്പെടുന്നവർ തകർന്നു പോകാറാണ് പതിവ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല സനോജ്. 25-ാമത്തെ വയസ്സിലാണ് സനോജിന് അപകടത്തിൽ പരിക്കേൽക്കുന്നത്. വലതു കൈ നഷ്ടമാകുന്നു. ആ സമയത്ത് വരെ വലതു കൈ ഉപയോഗിച്ചായിരുന്നു എല്ലാ ജോലികളും ചെയ്തിരുന്നത്. സ്വാഭാവികമായും അദ്ദേഹവും തളർന്നു പോകേണ്ടതാണ്. 3 ആഴ്ചക്കാലം ആശുപത്രിവാസം. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വലതു കൈ ഇല്ലെങ്കിലും ഇടതു കൈ ഉണ്ട്, ഇടതു കൈ ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. നേരത്തെ വലതു കൈ എന്താണോ ചെയ്തിരുന്ന കാര്യങ്ങൾ അത് ഇടതു കൈ കൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അതിനുശേഷം ഇടതു കൈ ഉപയോഗിച്ച് എഴുതാൻ പഠിക്കുന്നു, ചിത്രം വരയ്ക്കാൻ പഠിക്കുന്നു. അങ്ങനെ ചിത്രം വരച്ച് അതിഗംഭീരമായിട്ടുള്ള ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതിലൊരു ചിത്രം വ്യവസായിയായിട്ടുള്ള MA യൂസഫ് അലിക്ക് സമ്മാനിക്കുന്നു. അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ തന്നെ വലിയ കൊടിയ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെ തന്നെയായിരുന്നു സനോജ് ജീവിച്ചിരുന്നത്. ആ വ്യക്തിക്ക് ഈ MA യൂസഫ് അലിയുടെ സഹായത്തോടു കൂടി ഒരു വീടൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നു. ആ വാർത്തയൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമാ നടനാവുക എന്നുള്ളത്. സനോജ് ജീവിതകാലം മൊത്തം ആഗ്രഹിച്ചത് ഒരു സിനിമാ നടനാവാൻ വേണ്ടിയാണ്. സിനിമയിൽ താല്പര്യമുണ്ട്, സംഗീതത്തിൽ താല്പര്യമുണ്ട്, ഗായകനാണ്, അങ്ങനെയൊക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തുക എന്നുള്ള അത് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഒരു കൈ നഷ്ടമാകുന്നത്. പിന്നീട് വിചാരിച്ചു ഒരു കാലത്തും തനിക്ക് സിനിമയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നുമല്ല. ഈ കാലചക്രം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എല്ലാം നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം. അത് ഈ സനോജിന്റെ കാര്യത്തിൽ സംഭവിച്ചു. വലത് കൈ നഷ്ടമായെങ്കിലും ഒരു കൈയില്ലാത്ത വില്ലൻ വേഷത്തിലേക്കാണ് കരിമ്പടം എന്ന് പറയുന്ന അടുത്ത മാസം പുറത്തിറങ്ങാൻ പോകുന്ന ആ സിനിമയിലെ മുഴുനീള വില്ലൻ വേഷത്തിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളതും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു വെള്ളിത്തിരയിലേക്ക് എത്തുക എന്നുള്ള ഒരു ആഗ്രഹം അത്
സഫലീകരിക്കുന്നു, പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം കൂടി, പൂർത്തീകരിക്കുന്ന ആ ദിവസം കൂടിയാണ് അടുത്ത മാസം വരാൻ പോകുന്നത്. വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയും. ആത്മവിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും സനോജിന് ഇങ്ങനെയൊന്നും ആകുവാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമായിരുന്നില്ല. ഈ സിനിമയിലേക്കുള്ള എൻട്രി പോലും ലഭിക്കുമായിരുന്നില്ല. പക്ഷേ ആത്മവിശ്വാസം കൊണ്ട് താൻ ആഗ്രഹിച്ചത് എന്താണോ, താൻ ആഗ്രഹിച്ച ജീവിതം എന്താണോ അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് വിജയിപ്പടി കയറുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് പ്രചോദനമായി മാറേണ്ടത്. ഒരു കാരണവശാലും ഒരു കൈ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മറുകൈ ഉണ്ട്, ഒരു കാലില്ലാതെ വന്നു കഴിഞ്ഞാൽ മറുകാലുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത്, ആ കരുത്തിന്റെ പ്രതിരൂപമാണ്, ആൾരൂപമാണ് സനോജ് എന്ന് പറയുന്ന നടൻ. ഭാവിയിൽ ചിലപ്പോൾ നമ്മളുടെയൊക്കെ മുന്നിൽ കൂടുതൽ അഭിമാനവും ഒക്കെ തോന്നുന്നു സനോജിന്റെ ഈ ഒരു കഥ കേൾക്കുമ്പോൾ. നോക്കൂ, ഒരു കൈ നഷ്ടപ്പെട്ടു, പക്ഷെ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനിച്ചോ വിഷമിച്ചോ ഇരിക്കാതെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാമെന്നാലോചിച്ച് ചെയ്യാൻ കഴിയുന്നതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തു തീർക്കുകയാണ് സനോജ്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് സനോജിന്റെ ഈ ഒരു ജീവിതകഥ. സിനിമയിലാണെങ്കിലും ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും.